അയ്യോ, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ നാണിത്തള്ളേ? അല്ല പിന്നെ ഞാൻ എങ്ങനെ പറയണ്ടേ? എനിക്ക് ഈ പെണ്ണിനെ നേരത്തെ പിടിച്ചേന്നില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഇവിടെ മാറ്റി എന്റെ സ്വഭാവം നിങ്ങൾ അറിയും. തൽക്കാലത്തേക്ക് അവളവിടെ നിപ്പിക്ക്, നമുക്കെന്ന് വഴിയിട്ടോ നോക്കാം. നോക്കിയാ നിങ്ങൾക്ക് നല്ലത്. അല്ലേ ഞാൻ ആരാന്ന് നിങ്ങൾ അറിയും. നമ്മളൊക്കെ കൂടി പുലിവാലി പൊടിച്ച അവസ്ഥയിലായല്ലോ മുതലാളി. അതേടെ 2 ദിവസം കൊണ്ട് അവൾ എങ്ങോട്ട് കൊണ്ടുപോകാനാ? നമുക്ക് കടലിൽ തന്നെ കൊണ്ടുപോയിട്ടാലോ? മണ്ടത്തിന് പറയാനൊന്ന് പോടാ പറഞ്ഞേ. എന്റെ മായ എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോയിക്കോ. ഇന്നാ പണം, ഇനി വേണമെങ്കിൽ പറഞ്ഞാ മതി. എന്റെ മായ, അവൾക്ക് എന്താ സംഭവിച്ച? ഇല്ല, അവൾക്ക് എന്നെ വിട്ട് പോവാൻ പറ്റില്ല. ഞാൻ നിന്നെ നോക്കി. അത് പിന്നെ ഇന്നലെ കുറെ തിരക്കായി പോയി, അതല്ലേ ഞാൻ വരാത്തെ. നിന്റെ തിരക്ക് കുറച്ച് കൂടുതൽ ഇപ്പൊ. അതിന്റെ ചെവിയിൽ എത്തിയല്ലേ? ഇന്നലെ എന്റെ കൂട്ടുകാരെ പോയതിനെ ഞാൻ തെറ്റേണ്ടതാ. പിന്നെ എന്റെ കൂട്ടുകാരികളല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു. ആർക്കറിയാം, എനിക്കറിയില്ല. നിങ്ങൾ എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? അത് പിന്നെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ കൂട്ടാതെ എനിക്കൊരു പരാതിയില്ല. അല്ല ആരാ? എന്താ കളിക്കാൻ തമാശ കളിക്കല്ലേ? അതല്ല, ആരാന്ന് മനസ്സിലായില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, തമാശ കളിക്കല്ലേന്ന്. എന്താ നിങ്ങൾ പറഞ്ഞേ? ഓളെ നീ എവിടെ? മോളെ നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? മുത്തശ്ശി, ഞാൻ എന്റെ കൂട്ടുകാരെ കണ്ടപ്പോ ഇങ്ങോട്ടേക്ക് വന്നതാ. ഈ പെണ്ണിന് ശരിക്കും തലക്ക് കിറക്ക് തന്നെയാണെന്ന് തോന്നുന്നേ. ഇവളോട് നല്ലോണം നിന്നില്ല, ഇവിടെ എന്നെ തല അടിച്ചു പൊട്ടിക്കും. ഈ വയസ്സാം കാലത്ത് എനിക്കൊന്നും വയ്യേ. മോളെ നിന്നെ നോക്കി വന്നതാ മുത്തശ്ശി. എന്റെ കൂട്ടുകാരി പറയും എന്നെ അറിയില്ലാന്ന്. ഇവരെങ്ങനെ എന്നെ അറിയില്ലാന്ന് പറയുന്നതാണ് അമ്മൂമ്മ പറ. അത് പിന്നെ മോളെ, മോക്കമ്മണ്ട് അവിടെ കഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മോൾ അത് പോയി കുടിക്കേ. എന്റെ അടുത്ത് വന്ന് നിങ്ങൾ മാപ്പ് പറയുന്നതിന് നിങ്ങളോട് ഞാൻ മിണ്ടില്ല. അല്ല നാണിയമ്മൂമ്മേ, ആരാ അത്? എന്റെ മുന്നേ മോളെ, എനിക്കറിയാൻ മേല. ഇന്നലെ ദാസരി വിജയന് വെള്ളത്തിൽ നിന്ന് കിട്ടിയെന്നോ എവിടുന്നോ കിട്ടിയെന്ന് പറഞ്ഞു കൊണ്ടു തന്നതിന്റെ മോളെ. ഇപ്പൊ നോക്കുമ്പോ ആ പെണ്ണിന് ഓർമ്മയില്ലെന്ന് തോന്നുന്നു. എന്റെ മുത്തശ്ശിന്നും ബാക്കിയുള്ളവരൊക്കെ അവൾക്ക് അറിയുന്ന ആരെയോ പോലെ അവിടെ പെരുമാറുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഈ വയസ്സാം കാലത്ത് മുത്തശ്ശി കടിയൊന്നും കൊള്ളണ്ടെന്ന് വിചാരിച്ച് കളിച്ചും ചിരിച്ചു നിൽക്കുക. ഈ വയസ്സാം കാലത്ത് ഇവളെയും കൂടി ചമക്കണമെന്നായിരിക്കും എന്റെ തലയിൽ. എന്താ ഞാൻ അങ്ങോട്ട് പോട്ടെ. പാവം തോന്നുന്നു കണ്ടിട്ട് ആ പെണ്ണിന് എന്ത് പറ്റിയതാണോ ആവോ. ആർക്കറിയാം, നമ്മളെ ഇടപെടാനൊന്നും വേണ്ട. നമ്മൾ ഇടപെട്ടിട്ടാണ് ഇത് വേറെ പ്രശ്നമാണ്. അതെ, അല്ലെങ്കിൽ ഇപ്പൊ തൊടുന്നത് മുഴുവൻ പ്രശ്നങ്ങളിലാ പോകുന്നത്. മായ അങ്ങനെ മരിക്കേണ്ടവളെയല്ല. പക്ഷെ എന്ത് പറ്റി? മായ ജീവനോടുണ്ടാവോ? ഒരു ബോഡിയെങ്കിലും കിട്ടേണ്ടതല്ലേ മരിച്ചിട്ടുണ്ടെങ്കിൽ? ഞാൻ എന്ത് സഞ്ജയോട് പറയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. യെസ് മാഡം. എന്തായിടോ വല്ല വിവരവും? ഇല്ല മാഡം, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ എന്താടോ സഞ്ജയോട് മറുപടി പറയണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് കാരണക്കാരായവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. എവിടെ പോയി ഒളിച്ചാലും കണ്ടുപിടിച്ചിരിക്കും. ഇത് ഈ മറിയാമ്മ തോമസിന്റെ വാക്കാ. കുഞ്ഞേ, നീ എവിടെ മോളെ? ഇവിടെ പോയി എന്റെ ദൈവമേ, ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ഇനി എങ്ങനെ ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയോ എന്റെ ദൈവമേ? മോളെ കാത്തു, നീ എവിടെ? മുത്തശ്ശി. അയ്യോ മോളെ, ഇതെന്താ നിന്റെ കയ്യില്? ഇത് ഞാൻ കുറച്ച് ചോറ് ഉണ്ടാക്കിയ മുത്തശ്ശി, വാ നമുക്ക് കഴിക്കാം. ശരി മുത്തശ്ശി, ദാ എടുത്ത് കഴിക്ക്. ഇവളെ കൊണ്ട് എനിക്ക് ഉപകാരമൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളെ കഴിക്കാം. നാണിത്തള്ളേ, ഏതായി പെണ്ണ്? അത് പിന്നെ ദേ നോക്ക്, നിങ്ങളെ തന്നെ ഇവിടെ ഞാൻ താമസിക്കുന്നത് എന്റെ ദയ കൊണ്ടാണ് നിങ്ങൾ വിചാരിച്ചേ. കണ്ടവരെ കയറ്റി ഇറക്കാനുള്ളതല്ല എന്റെ വീട്. അത് പിന്നെ മോളോ? ആരുടെ മോള്? ദേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നാളെ രാവിലെ നമുക്ക് ഈ പെണ്ണ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ശരി. ദേ തള്ളേ, നിങ്ങൾ തന്നെ ഞാൻ ഇവിടെ താമസിക്കുന്നത് എന്റെ എന്തോ കാരണം കൊണ്ടാ. അതും കൂടി നിങ്ങൾ ഇല്ലാതാക്കരുത്. എന്ന് നോക്കി നിൽക്കാൻ മനുഷ്യൻ, നടക്കങ്ങോട്ട്. ശരി അമ്മേ, എന്നോട് ക്ഷമിക്കണം. സാരല്ലടാ, ഇതാ അമ്മേന്റെ വിധി. അതാന്ന് വിചാരിച്ചമ്മ സമാധാനിച്ചോളാം. നിങ്ങൾ വരുന്നില്ലേ? വരുന്നു. എന്റെ മോനും മരുമോളാ മോളെ. എല്ലാം അവരെ വിശ്വസിച്ച് ഞാൻ എഴുതി കൊടുത്തു. വയസ്സാം കാലത്ത് മുത്തശ്ശിക്ക് ഒരു തുണയാവുന്ന
സംഭവിച്ചത്? എന്റെ മോനെ വരുതിക്ക് നിർത്തി അവളായി ഇപ്പൊ എല്ലാം. ഈ ഒരു വീട് മാത്രമേ ഇപ്പൊ മുത്തശ്ശിക്കുള്ളൂ. ഇവിടുന്ന് എന്നെ അവൾ ഇറക്കി വിടും മോളെ. മുത്തശ്ശി പേടിക്കണ്ട, ഞാനുള്ള പാല് മുത്തശ്ശി ഒന്നും ചെയ്യില്ല. അവളൊരു പെണ്ണല്ല മോളെ, അവളൊരു മൃഗം. എന്നെ കൊല്ലാൻ വേണമെങ്കിൽ അവൾ നോക്കും. മുത്തശ്ശിയെ ഭക്ഷണം എടുത്ത് കഴിച്ചേ, അവള് മുത്തശ്ശിനെ ഒന്നും ചെയ്യില്ല, ഞാനാ പറയുന്നത്. അതൊക്കെ പോട്ടെ, അതൊക്കെ ആലോചിച്ചാലേ അതിനെ നേരിടാം. മോള് കഴിക്കേ. ശരി മുത്തശ്ശി. സാറേ എന്താ വേണ്ടത്? പപ്പായ എടുത്തു കേട്ടാ 1 കിലോ. ആ ശരി ശരി സാറേ. എന്റെ മായല്ലേ ഇപ്പൊ അങ്ങോട്ട് പോയത്? മായേ, മായ നീ നിൽക്ക്. ഓ ഇയാൾ പോയ രാവിലെ ഓരോ ഇറങ്ങിക്കോളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഉള്ള കച്ചവടം പോയി. മായേ നീ തിരിച്ചു വന്നോ? സോറി പെങ്ങളെ, ആള് മാറിപ്പോയി. ശരി ശരി, കുഴപ്പമില്ല. ഇല്ല, എനിക്ക് എന്റെ മായ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. മായ നീ എവിടെയാ മായ? ഇല്ല, എന്റെ മായയെ കൂട്ടിയിട്ടേ ഞാൻ വരുള്ളൂ. ഞാൻ വരില്ല. എന്തു എന്റെ മായ വന്നോ? ശരി ശരി, ഞാൻ വരാം. വാ വേഗം നട. എന്നോട് കള്ളം പറയുന്നോ?